നമ്മുടെ വിഷയങ്ങളും കൂടെ പറയും. ഒരിക്കലും വിഷയം പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പറഞ്ഞതുകൊണ്ട് നമുക്ക് ഗുണമില്ല. പകരം വചനം പറയുമ്പോൾ അന്യഭാഷയും വചനവും ചേരുമ്പോഴാണ് അവിടെ വലിയൊരു എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങളുടെ വിഷയവും അന്യഭാഷയും തമ്മിൽ ചേരത്തില്ല, വചനവും അന്യഭാഷയിൽ മാത്രമേ ചേരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ വചനം പറയണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സൗണ്ടുകളെ ക്രമീകരിക്കണം. നമുക്ക് ഇമോഷൻ വരും, നമ്മൾ ചിലപ്പോൾ വോളിയം കൂടി വരും, പക്ഷേ ശ്രദ്ധിക്കുക, നമ്മളങ്ങനെ പറയാൻ പഠിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവിൻ്റെ കൃപയാൽ ഒരുമിച്ച് എല്ലാ ദിവസവും ഇന്ന് കൂടാൻ ദൈവം സഹായിച്ചല്ലോ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇനി കൂടി വരുവാൻ എത്ര ദിവസം കൂടെ നമ്മുടെ കൺമുമ്പിലുണ്ട്? പ്രാർത്ഥനയ്ക്കായിട്ട് എത്ര ദിവസം കൂടെയുണ്ട്? 4 ദിവസം. നമുക്ക് 4 ദിവസം കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ കർത്താവ് എല്ലാം അനുഗ്രഹമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് നേരം, അധികം സമയം എടുക്കാൻ പറ്റില്ല, അല്പനേരം കർത്താവ് ആ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനകളും നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായി, മറക്കാൻ പറ്റാത്തൊരു വർഷമായി ജീവിതത്തിൽ ആ പ്രാർത്ഥനകളെ അങ്ങ് തീർക്കുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത എന്തിനെപ്പറ്റിയുള്ളതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മനസ്സ് പറയും, പക്ഷെ കർത്താവിന്റെ കൂടെ ഉണ്ട്. നോക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് പോകാം. ആമേൻ. നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, വിശ്വാസത്തിനെതിരെ നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരും. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ പൗലോസ്ലീഹായെ പറ്റി പറയുന്നു. പൗലോസ്ലീഹ ചത്തു വീർക്കുമെന്ന് അവരെന്ത് ചെയ്തു? ചിന്തിച്ചു. പിന്നീട് അവരുടെ മനസ്സു മാറി എന്നവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സു മാറാൻ കാരണം അവരുടെ മനസ്സ് പറയുന്നതല്ല സംഭവിച്ചത്, പകരം ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ സംഭവിച്ചത്. ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം മനസ്സൊക്കെ ഒന്ന് ഡൗൺ ആയി പോയാലും, നമ്മുടെ മനസ്സൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചഞ്ചലിച്ചു പോയാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം വിശ്വസ്തൻ. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ, ദൈവം വാക്കുമാറാത്തവൻ. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ എന്ത് ചെയ്യും? വിചാരകനാക്കും. എപ്പോഴും ഓർത്തോണം, നമുക്ക് ലഭിച്ച അല്പത്തിൽ ഏത് കാര്യമായിക്കോട്ടെ അതിൽ നമ്മൾ വിശ്വസ്തയോടെ ഇരിക്കും. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിലൊക്കെയും നമ്മൾ അല്പമേ ലഭിച്ചുള്ളെങ്കിലും അതിൽ വിശ്വസ്തത ചെയ്താൽ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും, ദൈവം നമ്മളെ ശക്തമാക്കി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് വീണ്ടും തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു വന്നതുപോലെ തന്നെ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ ബൈബിൾ പറയുകയാണ്, നമ്മുടെ വാക്ക്, നമ്മുടെ നടപ്പ്, നമ്മുടെ സ്നേഹം വിശ്വാസത്തിലും നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയാകണം. അപ്പം നമ്മൾ അനേകർക്കൊരു മാതൃകയാണ്. അപ്പോൾ ഈ മാതൃകയെന്ന് ഉദ്ദേശിക്കുന്നവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പൊതുവേ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു മാതൃകാ ജീവിതം നയിക്കണം, അല്ലേ? നമ്മളങ്ങനെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ പറയാറുണ്ട്, നമ്മളൊരു എന്താ പറയുന്നത്, മറ്റുള്ളവർക്കൊരു മാതൃകാപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇവിടെ വിശ്വാസികൾക്ക് മാതൃകയാകണം എന്ന് പറഞ്ഞാൽ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാകണം. അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി അയാൾ യേശുവിലേക്ക് വരുവാനിടയായിത്തീരണം. നിങ്ങളുടെ നടപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു വിശ്വാസി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കൊരിക്കലും ഇപ്പം ഞാനിപ്പോൾ സുവിശേഷം പറഞ്ഞിട്ട് തെറ്റായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരിക്കലും എന്നെ പ്രതീക്ഷിക്കത്തില്ല, അല്ലേ? ഒരു തെറ്റായ ഒരു സ്ഥലത്തോ ഇപ്പം ഏതെങ്കിലും ഒരു ബാറിൽ നിന്നും ഒക്കെ ഞാൻ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു വിശ്വാസിയിൽ നിന്നും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, അപ്പോൾ ഒരു വിശ്വാസിക്ക് വാക്കിലും നടപ്പിലും, അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? സ്നേഹത്തിൽ. അപ്പം നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആരോടും വൈരാഗ്യമുള്ളവരാകരുത്. നമുക്ക് ദേഷ്യം പരിപാലിക്കാം, നമുക്ക് കോപം മറ്റുള്ളവരോട് പരിപാലിക്കാം, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, ചിലർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് ദേഷ്യം പരിപാലിക്കാം, നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമുക്ക് ഇമോഷൻ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നേക്കാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അത് വൈരാഗ്യമായി കയറരുത്.
ഇപ്പം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ, നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ നമ്മൾ ഭവനത്തിലോ ജോലി സ്ഥലത്തോ ഒക്കെ നമ്മൾ ആർക്കും മസിൽ പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ നമ്മൾ മാനുഷിക ഇമോഷനിലൂടെ പോകുന്നവരായതുകൊണ്ട് പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും, നമ്മൾ ചിലപ്പോൾ അറിയാതെ ദേഷ്യം വന്നിരിക്കും, മനഃപൂർവ്വമല്ല, അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കും, പല വാക്കുകൾ പറഞ്ഞിരിക്കും. ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ആ വ്യക്തിയോട് കഴിയുമെങ്കിൽ ക്ഷമ ചോദിക്കുകയും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യണം, കയ്പ് വെച്ചുകൊണ്ടിരിക്കാതെ, ഒരിക്കലും കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. കയ്പ് ഒരിക്കലും ദൈവത്തിൽ നല്ലതല്ല. കാരണം ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ എതിർക്കുന്ന വ്യക്തി നാളെ നിങ്ങളുടെ ഒപ്പം വന്ന് ആരാധിക്കുവാനിടയായിത്തീരും. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ആ വ്യക്തിയോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവ് അത് എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നതല്ല. അപ്പം സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി തീരണം. ഇപ്പോൾ വചനം പറയുന്നു, നമ്മൾ അനേകർക്ക് എന്ത് ചെയ്യണം, മാതൃകയായിത്തീരണം. അപ്പം നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിലൂടെ യേശുവിലേക്ക് വരുവാനിടയായിത്തീരണം. അപ്പം മാതൃക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അനേകർക്ക് മാതൃകയാകണം. അതായത് നിങ്ങളോടൊരു വ്യക്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതികൂലത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അയാൾക്ക് യേശുവിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ വാക്ക് 2 തരം വാക്കുണ്ട്. ഒന്ന്, നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരിക്കരുത്. നമ്മുടെ വായിൽ നിന്നും മറ്റുള്ളവനെ ദുഷിക്കുന്ന വാക്കുകളോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളോ വരരുത്. ഏറ്റവും ഒന്നാമത് അതാണ്. ഒന്നാമതായിട്ട് നിങ്ങളുടെ നാവിൽ നിന്ന് എപ്പോഴും ദൈവപ്രവൃത്തി, ഒരിക്കലും നിങ്ങളോടൊരു വ്യക്തി സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യേശുവിലൊരു വിശ്വാസം ഉണ്ടാകണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എന്നോടൊരു വ്യക്തി സംസാരിച്ചാൽ അവൻ യേശുവിലേക്കൊരു വിശ്വാസം ഉണ്ടാകാൻ ഇടയായിത്തീരണമെന്ന് പറയാം. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, എത്ര വലിയ തകർച്ചയിലൂടെ കടന്നു പോയാലും, ഏത് വലിയ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും നിങ്ങൾ ഒരിക്കലും വാഗൊണ്ട് എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം വെച്ചാൽ നമ്മുടെ നാവിൽ നിന്നും ദൈവശക്തിയുടെ വാക്കുകളെ വരാവുള്ളൂ. നമ്മളെപ്പോഴും ഓർത്തോണം, ദൈവം എനിക്ക് വേണ്ടി ഒന്നും പറ്റിയില്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു 20 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. ആമേൻ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഒന്ന്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഒരേ ഉറവയിൽ നിന്നും കയ്പും മധുരവും വരുന്നതൊക്കെ നന്നല്ല. നിങ്ങൾ ഒരു നാവ് കൊണ്ട്, ഇപ്പോൾ ചിലർ പറയും അങ്ങനെ ബ്രദറെ ഞാൻ എല്ലാ ദിവസവും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അത് നിയന്ത്രിക്കണം. അങ്ങനെ എല്ലാ ദിവസവും അമിതമായിട്ട് ദേഷ്യം വന്ന് ഭാര്യയെയും മക്കളെയൊക്കെ നിങ്ങൾ ശകാരിക്കുകയും വായിൽ വരുന്ന എല്ലാ വാക്കുകളും വിളിച്ചു പറയുന്നത്, ഒരു പ്രാവശ്യം അബദ്ധം പറ്റി, 2ാം പ്രാവശ്യം, 3ാം പ്രാവശ്യം, 4ാം പ്രാവശ്യം, 5ാം പ്രാവശ്യം വരുന്നെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കരുത്. അത് നീങ്ങിപ്പോകുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ അത് മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. 1, 2 തവണയൊക്കെ നമുക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇമോഷൻ നമുക്ക് വരുന്ന സമയത്ത് പറ്റിപ്പോയേക്കാം. പക്ഷെ അത് എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കുന്നറിയാവോ, നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ആ വ്യക്തിയുടെ ഉള്ളിൽ മുറിവായിട്ട് കയറും. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിങ്ങൾ കോംപ്രമൈസ് ആയി കാണും, പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ അത് മുറിവായി കയറി നിങ്ങളോട് ഒരു അകൽച്ചയിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാറിട്ട് സൂക്ഷിക്കണമെന്ന് ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്തായാലും, കർത്താവേ എൻ്റെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ വരാതിരിക്കാൻ, കോപത്തിൻ്റെയോ ശാഠ്യത്തിൻ്റെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ സൃഷ്ടിക്കപ്പെടുന്ന വാക്കുകളാണ്. നിങ്ങളുടെ വിശ്വാസം വാക്കും തമ്മിൽ ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന വിശ്വാസവും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നാവും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് പറ. നിങ്ങൾ ഏത് പ്രതികൂലത്തിൻ്റെ അകത്തിരുന്നാലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയരുത്. പ്രശ്നം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറഞ്ഞാൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആ സമയത്ത് അന്യഭാഷ പറയുമ്പോൾ നമ്മളിലകത്ത് അഭിഷേകം വർദ്ധിക്കും. നിങ്ങൾക്കറിയാമോ, അഭിഷേകം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾ, ഒരാളല്ല ഒത്തിരി ആളുകൾ, ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരു ദൈവദാസൻ, അദ്ദേഹം 24 മണിക്കൂർ നിർത്താതെ ദൈവസന്നിധിയിൽ അന്യഭാഷ പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം. അദ്ദേഹം 24 മണിക്കൂർ അന്യഭാഷയിൽ തുടർന്നുകൊണ്ട്, അത് നമ്മളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ അന്യഭാഷ പറയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. പക്ഷെ അത് അവർ ഓരോ ദിവസവും പറഞ്ഞ് പരിശുദ്ധാത്മാവിലും അകത്ത മനുഷ്യൻ അവരിൽ ബലപ്പെടുത്തിയെടുത്ത ഒരു ദിവസം ഉണ്ടായി വന്നതല്ല.
അവർ തുടർമാനമായിട്ട് അത് പ്രാർത്ഥിച്ച് അന്യഭാഷ ശീലത്തിലേക്ക് വന്നതാണ്. 24 മണിക്കൂർ നിർത്താതെ ഇങ്ങനെ തുടർന്ന് അപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? ശരീരത്തിലെ ക്ഷീണം, വിശപ്പ്, ദാഹം എല്ലാ മേഖലയിലെയും ആ ദൈവത്തിൻ്റെ ശക്തി പൊതിയാൻ തുടങ്ങി. നിങ്ങൾക്ക് അറിയണോ, 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേർപെട്ട് അദ്ദേഹം ഇരുന്ന് അന്യഭാഷ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ കാണുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ ബലപ്പെട്ടെന്നാണ് പറഞ്ഞത്. നടന്ന സംഭവമാണ് അത്. ഞാൻ വെറുതെ കഥ പറയേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു നോക്കിയാൽ അതിൻ്റെ വലിയ റിസൾട്ടുകൾ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അന്യഭാഷയുടെ. അപ്പം അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ അഭിഷേകം വർദ്ധിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വചനം പറയുമ്പോൾ, അന്യഭാഷയും വചനവും പറയുമ്പോൾ, ആ പറയുന്ന വചനം ഉടനെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അഭിഷേകവുമായിട്ട് ചേർന്ന് വലിയൊരു സ്ഫോടനം ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ആ വെളിപ്പെട്ട അഭിഷേകം അവിടെ തന്നെ നിൽക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുവാന്ന് നിങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഭിഷേകത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങളിലേക്ക് സ്പാർക്ക് വരുത്തുവാൻ കഴിയത്തില്ല. അപ്പം അന്യഭാഷ പറയുമ്പോൾ, വചനം പറയുമ്പോൾ, അന്യഭാഷ ഇപ്പം നമ്മൾ ഓർത്തില്ല, ചേരേണ്ടതേ ചേരത്തുള്ളെന്നല്ലേ പറയുന്നത്. ചേരേണ്ടതേ ചേരത്തുള്ള, എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ചേരേണ്ടതേ ചേരത്തുള്ളെന്ന് പറ. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലോ അല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ പാസ്റ്റർ. പാസ്റ്റർ, ഈ അന്യഭാഷ പറയുന്ന സമയത്ത് ടോസ്പദർ മാത്രം അത് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും മ്യൂട്ടാക്കുവാണെങ്കിൽ അതൊരു കുറച്ചും കൂടി ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതെല്ലാവരും കൂടി ഒന്നിച്ച് പറയുമ്പോൾ നമുക്കൊന്നിച്ചൊരു ഇതിലും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ആ വചനങ്ങളെല്ലാം പറയാനൊന്നും കഴിയുന്നില്ല. നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ശബ്ദങ്ങളൊന്ന് ക്രമീകരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അന്തിമഭാഷ. നമുക്ക് ഞാൻ പറയില്ല, എപ്പോഴും പറയാറുള്ള പോലെ പരിമിതിയുണ്ട്. പക്ഷേ അപ്പോൾ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ശ്രദ്ധ കിട്ടാതെ വരും. അപ്പം നല്ലതാണ് സിസ്റ്റർ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വോളിയം കുറച്ച് ഇത് കുറച്ചും കൂടെ നിങ്ങൾ ക്രമീകരിക്കാം. നമുക്ക് നോക്കാം, 1-2 ദിവസം കൂടെ നമുക്ക് വോളിയം കുറച്ച് നോക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സിസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് അഭിപ്രായം നോക്കാം. അതൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ മാത്രം ലീഡ് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. ഞാൻ എല്ലാവരുടെയും ശബ്ദം അതിലൊന്ന് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അതിലങ്ങനെ പറഞ്ഞത്. എങ്കിലും നമുക്ക് ശ്രമിക്കാം. ഈ വരും ദിവസങ്ങളിൽ നമുക്ക് സൗണ്ട് നിങ്ങളെല്ലാവരും ക്രമീകരിക്കുകയും വോളിയങ്ങൾ കുറച്ച് പരസ്പരം നിങ്ങളൊരു ചെറിയ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങളെ മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ക്ലാസ്. അപ്പം അത് നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് 1-2 ദിവസം കൂടെ നോക്കാം വോളിയങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കപ്പെടുന്നതെങ്കിൽ. നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഇനി വോളിയം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പോകുന്നുണ്ട്, ആർക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ തുടരാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾ മാത്രം അന്യഭാഷ ലീഡ് ചെയ്യുന്ന പോലെ നമുക്കാക്കാം. എന്താണെങ്കിലും കുറച്ച് ദിവസം കൂടെ പോട്ടെ, നമുക്ക് ശ്രമിക്കാം. ആമേൻ. അപ്പോൾ അന്യഭാഷ പറയുമ്പം ഇവിടെ വാക്കിലും നടപ്പിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാക്കിന് വലിയ ശക്തിയുണ്ട്. യേശു പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. തൊട്ട് പുറകിൽ യേശു ഒരു വാക്ക് പറഞ്ഞത്, ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മുടെ ആത്മാവിൽ വ്യാപരിക്കുന്ന അഭിഷേകം നമ്മുടെ മനസ്സിലൂടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മുടെ നാവിലേക്ക് ചിന്തകളായിട്ട്, നമ്മുടെ ചിന്തകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ബലപ്പെടുത്തുന്നവരാകണം, നിങ്ങൾ ശക്തീകരിക്കുന്നവരാകണം. ഇപ്പം ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, തകർന്നോ മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ഉടനെ പോയിട്ട് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് യേശുവിനെ വിളിക്കുക, അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യാതെ, സഹോദര കർത്താവ് സഹായിക്കുമെന്നേ. കാര്യം നിങ്ങളുടെ ഒറ്റ വാക്കുണ്ടല്ലോ ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. പണ്ട് എന്നെ കാണാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വരാൻ ഇടയായി തീർന്നു. പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. അദ്ദേഹത്തിന് ഹാർട്ടിൽ എന്തോ പ്രോബ്ലമായിട്ട് വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം എന്നെ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് കരച്ചിലാണ്. എനിക്കാണെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും അദ്ദേഹം സമയം തരുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനങ്ങോട്ട് പറയുന്നുണ്ട്, ബ്രദറെ കേക്ക്, ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. പുള്ളി കരയോ, ബ്രദറെ ഞാൻ ലേറ്റ് മാരേജ് ആണ്, വിവാഹം കഴിച്ചതുള്ളൂ, അപ്പോഴാണ് ഈ രോഗമുണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു വലിയ സർജറി വേണ്ടി വരും, റിസ്ക് ആണ്, 99% നമുക്ക് കയ്യിൽ ഒരു ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, എന്തായാലും നീ മരണപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയാണ് പുള്ളി നിൽക്കുന്നത്. ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ മനുഷ്യൻ വിളിച്ച് എങ്ങനെയോ നമ്പർ കിട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഷെയറും ആർക്കെങ്കിലുമൊക്കെ പാചകം അയച്ചു കൊടുക്കുമ്പോൾ ഓർത്തോണം, അതൊക്കെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. എങ്ങനെയോ ആരാണ്ട് അയച്ചു, എന്നെ പരിചയമില്ല, അങ്ങനെ നമ്പർ കണ്ട് എന്നെ വിളിച്ചതാണ്.
അപ്പം എന്നോട് പറഞ്ഞു, ബ്രദറെ ഇന്ന പോലെയാണ്. പുള്ളി പറയാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തെ ബലപ്പെടുത്താൻ നോക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അവസാനം ഒരു ദിവസം അതിരാവിലെ ഈ മനുഷ്യൻ വീട്ടിലേക്ക് വരാൻ ഇടയായി തീർന്നു. ഇദ്ദേഹം കട്ടപ്പനയെന്നോ ഇടിക്കുന്ന എങ്ങാണ്ടാണ് വന്നത്. കോട്ടയത്തോട്ട് പെട്ടെന്ന് പുള്ളി വരാൻ ഇടയായി തീർന്നു. ഇദ്ദേഹം ഭാര്യയെല്ലാം ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇദ്ദേഹം കരയും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, ഒരു 40 വയസ്സിനടുത്ത്, എനിക്ക് തോന്നുന്നു അതിന് മുകളിൽ അടുത്ത് പ്രായമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാച്ചന്മാരും ഒക്കെ ഇദ്ദേഹത്തെ സമാധാനപ്പെടുന്നുണ്ട്, ബ്രദർ പറയട്ടെ, അല്ലെങ്കിൽ കേക്ക്, ഇദ്ദേഹം ഒന്നും കേൾക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, ഈ വാക്ക് മാത്രം പറയാൻ പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ പറഞ്ഞു, ഇത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഭാര്യയോട് സംസാരിക്കരുത്, അമ്മാച്ചന്മാരോട് സംസാരിക്കരുത്, ഒന്നും സംസാരിക്കരുത്, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്. അപ്പോൾ എന്തായാലും പുള്ളി കരച്ചിൽ നിർത്തി. എന്തായാലും കൃപയാൽ സങ്കീർത്തനം 118 റീതാസൗര്യ വാക്യം ഷെയർ ചെയ്തിട്ടുണ്ട്, 17-ാമത്തെ വാക്യമാണ്. എന്തായാലും ഈ സഹോദരി, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അത് ഏറ്റെടുത്തു. അതാണ് വലിയ അത്ഭുതം. കരച്ചിലൊക്കെ നിർത്തി. പുള്ളിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ, ഞാൻ നിങ്ങളിനി കുറേ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം അദ്ദേഹം ഭയപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത്ര എന്തായാലും ഒന്ന് ചെയ്യ്. അദ്ദേഹം കാറിൽ കയറിയിരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ഭാര്യയോടും മിണ്ടിയില്ല, അമ്മാച്ചന്മാരോടും മിണ്ടിയില്ല. മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് വരെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഏകദേശം എനിക്ക് ഉച്ചയ്ക്ക് മുമ്പോ ഉച്ച സമയത്ത് എനിക്കറിയത്തില്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആദ്യം സ്കാൻ എടുത്തപ്പം വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഹാർട്ടിന്. രണ്ടാമത് ഇന്ന് സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്ന് ഞാൻ നോക്കിയ റിപ്പോർട്ടല്ല നിൻ്റെത്, ഇത് വ്യത്യാസമുണ്ട്. കാര്യം ഇപ്പോൾ അവിടെ ഹാർട്ടിന് പ്രോബ്ലം ഇല്ല. നോക്കി, ഒരാഴ്ച പോലും എടുത്തില്ല, അതിനുള്ളിൽ എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ. അദ്ദേഹം പറയുകയാണ്, ഞാൻ മിണ്ടിയില്ല ബ്രദറെ, ആരോടും മിണ്ടിയില്ല. ഞാൻ ഡോക്ടറെ കാണുന്നത് വരെ, സ്കാൻ ചെയ്യുമ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇപ്പോൾ നമ്മുടെ വാക്കിന് ശക്തിയില്ലേ? ഉണ്ട്. നമ്മുടെ മനസ്സ് പറയുന്നു നമ്മൾ മരിക്കുമെന്നും തകരുമെന്നും രക്ഷപ്പെടത്തില്ലെന്നൊക്കെ മനസ്സ് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ ഒരു വിശ്വാസിക്ക്, യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നാവിൽ ഭയങ്കര ശക്തിയുണ്ട് പ്രിയരെ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാവിനെപ്പറ്റി സങ്കീർത്തനങ്ങൾ പഴയ നിയമം മുതൽ ഒത്തിരി ഇടങ്ങളിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബൈബിളിൽ വേറെ കൈയിനെപ്പറ്റിയും കാലിനെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ബൈബിൾ പരാമർശിച്ചിരിക്കുന്നത് നാവിനെ പറ്റിയാണ്. നോക്കി, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നവൻ അത് അനുഭവിക്കും. നമുക്കറിയാം, യേശുവിനെ കർത്താവുണ്ട്, വാഗൊണ്ട് ഏറ്റു പറയുകയും. നോക്കി, അവിടെ നോക്കി, അങ്ങനെ പലയിടങ്ങളിൽ സങ്കീർത്തനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, ഞാൻ നാവെടുത്ത് സംസാരിച്ചു, നീ അധരങ്ങളുടെ ഫലം നീ അനുഭവിക്കും. അപ്പോൾ ഇതെല്ലാം നാവിനെ ഇത്രയും ഫോക്കസ് ചെയ്യുവാൻ കാരണം നാവിലൂടെയാണ് വചനം പറയുന്നത്. കാലുകൊണ്ടോ കൈ കൊണ്ടോ മൂക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ നഖം കൊണ്ടോ അല്ല, നമ്മൾ വചനം പറയുവാൻ ഉപയോഗിക്കുന്ന ടൂള് നാക്കാണ്. അപ്പോൾ ഈ നാവ് കൊണ്ടാണ് ഈ വചനം പറയുന്നത്, അല്ലേ? കൈ കൊണ്ട് നമുക്ക് വചനം പറയാൻ പറ്റത്തില്ല, പക്ഷെ നാവ് കൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ വചനം വരുന്ന നാവ് കൊണ്ട് നമ്മൾ അനാവശ്യങ്ങൾ പറഞ്ഞാൽ അത് പിശാച് എന്ത് ചെയ്യും? എടുത്തുപയോഗിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആവാത്തതൊന്നും മിണ്ടരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണം. ശരിയാ, നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അഥവാ വായുന്നൊരു വാക്ക് വന്നു പോയി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് ഏറ്റു പറയണം, കർത്താവേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയപ്പോൾ എന്നോട് ക്ഷമിക്കണം, അപ്പം ഞാൻ ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. മറക്കരുതേ, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആ വാക്കുകളെ ക്യാൻസൽ ചെയ്യണം. കാര്യം എൻ്റെ വാക്കും നടപ്പും സ്നേഹവും വിശ്വാസവും അനേകർക്ക് മാതൃകയാണ്. ആമേൻ. ഇനി 13-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവ ശ്രദ്ധിച്ചു കൊള്ളുക. 3 കാര്യമാണ്. ഒന്ന് വായന, പ്രബോധനം, ഉപദേശം. ഇത് 3ഉം പൗലോസ് പറയുകയാണ്, നീ ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ശ്രദ്ധിക്കണമെന്ന് പറ. ഈ ശ്രദ്ധിക്കുക എന്നവിടെ പൗലോസ് പറയാൻ കാരണം, നമ്മൾ സാധാരണ പറയത്തില്ല ശ്രദ്ധിച്ചു പോകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തുവാ? ഒരാളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞ കാര്യം എന്തുവാ? സൂക്ഷിച്ചു പോകണം. അല്ല, ശ്രദ്ധിച്ചു പോകണമെന്ന് പറയാൻ കാരണം അത് തന്നെ. നമ്മൾ പോകുന്ന വഴിയിൽ അപകടമുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പറയും ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ അപകടങ്ങളുണ്ട്.
അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുകയെ, ഞാൻ വരുവോളം വായന, പ്രബോധം, ഉപദേശം എന്നിവയെന്ന് പറയേണ്ട സ്ഥാനത്ത് ശ്രദ്ധിക്കുക എന്നൊരു വാക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇതെല്ലാം എന്തിനെ ബാധിക്കുമെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തെ, വിശ്വാസത്തെ ബാധിക്കും. എല്ലാ ദിവസവും ബൈബിള് ചുരുങ്ങിയത് ഒരധ്യായമെങ്കിലും നിങ്ങൾ വായിക്കണം. ഒരധ്യായമെങ്കിലും പറ്റുമല്ലോ. ഇപ്പോൾ മത്തായി 1 മുതൽ 2 വരെയെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ. മത്തായി നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് പുതിയ നിയമലേഖനങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് വായിക്കണം. പുതിയ നിയമം എല്ലാ ബൈബിളും വായിക്കണമെങ്കിൽ പോലും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് വർദ്ധിക്കണം. അതിനാണ് വായിക്കുന്നത്. 2, പ്രബോധനം. ഇത് വലിയ ഒരു മെയിൻ ഘടകമാണ്, പ്രബോധനം. ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകുവാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ പാടിയും ഇങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടിരിക്കട്ടെ. അപ്പം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പ്രബോധിപ്പിച്ചു എന്നൊരു വാക്യമുണ്ട്. അത് മറ്റു സ്ഥലത്താണ് ആ വാക്യം ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക. അപ്പം തമ്മിൽ പ്രബോധിപ്പിക്കണം. തമ്മിൽ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. അപ്പോൾ ഈ പ്രബോധിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം എന്തുവാ ഒന്നും അറിയാൻ പറ്റും? പ്രബോധിപ്പിക്കുക അതിൻ്റെ അർത്ഥം ഒരു നല്ല മലയാളം പറഞ്ഞ്, പ്രബോധിപ്പിക്കുക. ബോധ്യപ്പെടുത്തുക, ഉന്മൂലനം ചെയ്യുക, പഠിപ്പിക്കുക, മനസ്സിലാക്കുക. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുക. അതായത് ആ ഒരു കാര്യത്തെ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പഠിപ്പിക്കുക. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾക്കിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ എന്ത് ചെയ്യാറുണ്ട്? അതിനെ പ്രബോധിപ്പിച്ചു തരും. അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരു വസ്തു കാണിച്ചു തന്നിട്ട് അത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അല്ലേ? എന്താണോ അതിൻ്റെ അർത്ഥം യഥാർത്ഥ റൂട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ആപ്പിൾ കണ്ടിട്ടില്ല, ആപ്പിൾ എടുത്ത് കയ്യിലോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായില്ല, ഉരുണ്ടിരിക്കുന്ന എന്തോ ഒരു സാധനം. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? പ്രബോധിപ്പിക്കുകയാണ്. ഇത് കഴിക്കുവാൻ പറ്റുന്നതാണ്, ഇതൊരു ഫ്രൂട്ടാണ്, ഇതൊരു വൃക്ഷത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നതാണ്, ഇതിന് മധുരമുള്ളതാണ്, ഇത് നിങ്ങൾക്ക് ഇത്ര ഗുണങ്ങൾ ഇതിനുണ്ടാകും, ഇതിൻ്റെ അകത്ത് ഒത്തിരി മിനറൽസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞു തരും. അങ്ങനെ ആ ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ പ്രബോധിപ്പിച്ചു തരികയാണ് അതിൻ്റെ ആഴത്തിലേക്ക്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ വരുവോളം വചനം വായിക്കുകയും നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിക്കുക. ഓക്കെ, വാക്യമുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം പൗലോസ് പറഞ്ഞു, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഇതൊക്കെ എന്ത് ചെയ്യണം? തെസ്സലോനിക്കർ 5:11 കേട്ടോ. തമ്മിൽ പ്രബോധിപ്പിച്ചു ആത്മീക വർധനവ് വരുത്തി പോരും. തമ്മിൽ തെസ്സലോനിക്കർ 5 നമ്മൾ എടുത്താണ് ആ വാക്യം, 5:11. അപ്പം നമ്മൾ തമ്മിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഞാൻ പറയാം, തമ്മിൽ പ്രബോധിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ആ കണ്ണാടി നോക്കിയിട്ട് തമ്മിലൊന്ന് ബലപ്പെടുത്തണം. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ. അപ്പം ഞാൻ പറഞ്ഞില്ല, യേശു എന്തിനാണ് വന്നത്? നമ്മൾ ഇന്നലെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഒരു സഹോദരി പറഞ്ഞത്, സഹോദരിക്ക് വർഷങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് യേശുവിനെ പറ്റി കേൾക്കാൻ ഇടയായി തീർന്നത്. നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ കർത്താവ് അവിടെ എന്ത് ചെയ്തു? സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവിടെ ഒരു സൗഖ്യം നടന്നത് എങ്ങനെയാണ്? ആ വചനം യേശു എനിക്ക് വേണ്ടിയാണ് ആ രോഗത്തെ വഹിച്ചുവെന്നും എൻ്റെ രോഗം മാറാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു മുറിവേറ്റതെന്നും പ്രബോധനം വെളിപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ യേശു ക്രൂശിൽ മരിച്ചു. ഓക്കെ, യേശു ക്രൂശിൽ മരിച്ചതാ. എന്തിനു വേണ്ടി? എന്തുകൊണ്ട്? എങ്ങനെയുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രബോധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ പൗലോസ് പറയാണ്, പ്രബോധനം എന്ത് ചെയ്യണം? നീ ശ്രദ്ധിക്കണം. പിന്നെ 2, ഡോക്ട്രിൻ, ഉപദേശം, അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വിരുദ്ധമായിട്ടുള്ളതൊന്നും നമ്മൾ ഏറ്റെടുക്കരുതേ. ബൈബിൾ വിരുദ്ധമായിട്ട് എന്ത് വന്നാലും വിശ്വസിക്കരുതേ. ബൈബിൾ വിരുദ്ധമായിട്ട് എന്ത് കേട്ടാലും നിങ്ങൾ അവിടെ നിന്ന് ചെവി കൊടുക്കരുത്. അതെത്ര വലിയ പ്രസംഗകരാണ്. ചിലപ്പോൾ നമുക്കറിയാം, ചില പ്രസംഗങ്ങളൊക്കെ നമുക്ക് നല്ല രസം തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത്? വചന വിരുദ്ധമാണെങ്കിൽ അപ്പം തന്നെ TV ആയിക്കോട്ടെ, മൊബൈലായിക്കോട്ടെ, അത് ഓഫ് ചെയ്യുക. വേറെ കണ്ടാൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ പ്രബോധനം കയറും. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഉപദേശം കയറുകയും അതെന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസത്തെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും.
നിങ്ങളുടെ വാ കൊണ്ട് അത് പറയുവാൻ തുടങ്ങും. നിങ്ങളുടെ വായിലൂടെ അതിനെ പ്രവചിക്കുവാൻ തുടങ്ങും. ഒടുവിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ജീവനും മരണവും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിൽ. അതിഷ്ടപ്പെടുന്നവൻ അത് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. അത് അനുഭവിക്കും. അപ്പം എന്താണോ കേട്ടത് അത് നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉറപ്പ് തരുന്ന വചനങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ആ ഉറപ്പ് നിങ്ങളിൽ ഉണ്ടാകുകയും ആ ഉറപ്പ് നിങ്ങളെ ശക്തിരാക്കുകയും ആ ഉറപ്പിൽ നിങ്ങൾ സാക്ഷ്യമാകുകയും ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട പരിശുദ്ധാത്മാവേ, അങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങൻ്റെ അത്ഭുത മന്ത്രിയാണല്ലോ യേശുവേ. ഞാൻ അങ്ങയുടെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറ. ദീർഘായുസ്സോടെ ദിവ്യ ആരോഗ്യത്തോടെ ഞാൻ യേശുവിൻ്റെ അല്പനേരം നമുക്കൊന്ന് വചനങ്ങളൊന്ന് പ്രഖ്യാപിക്കാം. അല്പനേരം ദൈവവചനത്തെ നമുക്കൊന്ന് കൂട്ടുപിടിച്ച് നമ്മുടെ ഉള്ളം ഒന്ന് ഫ്രീ ആകട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ രോഗമോ പ്രശ്നങ്ങളോ ഏതെങ്കിലുമൊക്കെ ദൈവഹിതമല്ലാത്തത് കിടപ്പുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു തോന്നലുണ്ടായി, ഞാൻ എവിടെയോ ബ്ലോക്കായി കിടക്കുവാണ്, എവിടെയോ ബ്രദർ എനിക്കറിയത്തില്ല, എവിടെയോ എനിക്കൊരു തടസ്സം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തടസ്സം ഇന്ന് പ്രാർത്ഥിക്കും. ഇന്ന് വചനം ഏറ്റു പറയാം. വചനം പറയുമ്പോൾ ആ ഒഴുക്ക് നിങ്ങളിലേക്ക്, അഭിഷേകത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് വരും. എൻ്റെ കൂടെ പറ. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസ്സോടെ ഇരുന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ ഇന്ന് സേവിക്കും. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യും. ഞാൻ സമാധാനത്തോടെ, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് പറഞ്ഞ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും പറ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും പറ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ലെന്ന് പറ. ഒന്നും ഒരിക്കലും യേശുവിലുള്ള എനിക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. ഒരനർത്ഥവും എനിക്ക് വരുത്തത്തില്ല. പറ. ഒരനർത്ഥവും എനിക്ക് വരുത്തത്തില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അത്ഭുതം കാണും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ അല്പമേ ഉള്ളെന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു വചനം പറയുമായിരിക്കാം, ഒരു വാക്യം ചിലപ്പോൾ നിങ്ങൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു വാക്യം നിങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ പറയുന്നതായിരിക്കാം. അതിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അല്പമേ ചെയ്യുന്നുള്ളെങ്കിലും അതിനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവെ, ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് കുടുംബങ്ങളെ സഹായിക്കുന്നല്ലോ, അങ്ങ് കുടുംബങ്ങളെ സഹായിക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് കൃപയാൽ ഞങ്ങളെ നടത്തുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആ രോഗങ്ങൾ, രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാഞ്ഞു പോകുന്ന സമയമാണ്. യേശു ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വലിയ പ്രവൃത്തികൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഇഷ്ടിക കട്ടയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണുക. എൻ്റെ മുൻവശമൊക്കെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 20 വർഷം എന്നുള്ളൊരു കണക്ക് ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഉള്ളത്തിൽ തരികയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുവാണ്. യേശുവിൻ്റെ നാമത്തിൽ 20 വർഷമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി ആ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോവുകയാണ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവേ, കർത്താവിൻ്റെ അത്ഭുതകരമായി തന്നെയുള്ള പ്രവൃത്തിയെ ഞങ്ങളിന്ന് ചെയ്യുന്നല്ലോ അപ്പ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പിന്നെയും കർത്താവ് എന്നെ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ഒരു മേശവിരി, അതായത് ഒരു ഓറഞ്ച് കളറിൻ്റെ ഡിസൈൻ വരുന്ന
ഒരു മേശവിരി ഇട്ടിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിള്. ആ ഡൈനിങ് ടേബിളിൽ ഞാൻ കാണുന്നത് കാഴ്ച ഒരു 5 കസേര റൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഒരു കാര്യം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ 5 കസേര ഇട്ടതിൻ്റെ അകത്ത് നടന്നു വരുമ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ട് വശത്ത്, അതായത് നമ്മുടെ സൈഡ് 2 സൈഡല്ല, അതിൻ്റെ ഏറ്റവും തുടങ്ങുന്ന വളഞ്ഞിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, 2 സൈഡല്ല, മുൻവശത്ത് ആ ഒരു ഭാഗത്ത് വന്ന് ഇരിക്കുന്ന, എപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ. പറയാനുള്ളവർ മാത്രമേ മ്യൂട്ട് ചെയ്യാവുള്ളൂ, അല്ലാത്തവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി കർത്താവേ. ബ്രദറെ, എന്റെ വീടാണത്. സിസ്റ്ററുടെ വീടാണത്. ഞാനിപ്പോ അവിടെ അങ്ങനെ അതിലാണ് ഇരുന്ന് പ്രയർ കേൾക്കണത്. ഓക്കെ, ആ കസറിലിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക എന്ന് പറഞ്ഞ സിസ്റ്റർ, എന്തായാലും കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കും. വലിയൊരു ദൈവപ്രവൃത്തി എന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു വഴിത്തിരിവോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഞാനും പറയാം, എൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നും ഇവിടെ നമുക്കൊന്നുമല്ല. ദൈവാത്മാവ് എന്ത് ഇടപെടുന്നു അതാണ് എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുമായിട്ട് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഭവനം നമ്മൾ കണ്ടിട്ടില്ല, സിസ്റ്റർ വീഡിയോ ഓഫാണ്. പക്ഷേ ആ മേശവിരിയും കസേരയും ഇരിക്കുന്ന വ്യക്തിയെ കർത്താവ് കണ്ട ആ വ്യക്തിയെ തൊടുവാന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. ചിലപ്പോൾ അടുത്ത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തെ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. പിന്നെയും പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങയുടെ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു ഭവനം കർത്താവിനെ കാണിക്കാം. വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെയായിട്ട് ഒരു കലണ്ടറും പിന്നെ അവിടെ വലിയൊരു എന്താ പറയുന്ന ഒരു ചിത്രം, ഒരു വലിയൊരു ചിത്രം, എന്തോ ഒരു നമ്മൾ ഇതുപോലത്തെ പോസ്റ്ററല്ല, നമ്മളിങ്ങനെ ചിത്രങ്ങൾ തൂക്കിയിടത്തില്ല, നല്ല വലിപ്പമുള്ള കലണ്ടറിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള കുറേ ചിത്രങ്ങൾ ഇങ്ങനെ സ്വിച്ച് ബോർഡിൽ വെക്കുകയും എന്തൊക്കെയോ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അതും ഇതുമൊക്കെ ഒട്ടിച്ച് വെക്കുകയും ഫോട്ടോകൾ വെച്ചേക്കുകയും ചെയ്യുന്ന, നിറഞ്ഞ് തിങ്ങിയിരിക്കുന്ന ഒരു, കയറി വരുമ്പോൾ തന്നെ നേരെ നോക്കുന്ന സ്വിച്ച് ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരി, അതായത് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ, ഒരു ലേഡീനെ കർത്താവ് തൊടുന്നതായിട്ട് കാണിക്കുന്നു. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആ ഭവനം വന്ന കാലം മുതൽ ഒരു ചേഞ്ചും ആ ഭവനത്തിന്, ആ സഹോദരി കുടുംബത്തിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കാലം മുതൽ ആ ഭവനത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. എങ്ങനെയാണോ ആ വീടിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, ആ ഭവനത്തിനുള്ളവരും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ മാറ്റമില്ലാതെ വർഷങ്ങളായിട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്താലുള്ള വ്യത്യാസങ്ങളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഈ കേൾക്കുന്ന വ്യക്തി മുഖാന്തരം കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. വലിയൊരു സ്വസ്ഥതയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ കർത്താവ് നിങ്ങളോടാണെങ്കിൽ ബന്ധപ്പെട്ടതെങ്കിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ നിങ്ങൾ മുഖാന്തരം ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ വലിയ മഹത്വം പറയാനല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അല്ലാത്തവർ മാത്രം, എനിക്കിവിടെ മ്യൂട്ട് മാറ്റി കാണുന്ന പലരും, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നല്ലോ അപ്പം, ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ അപ്പം, അങ്ങയുടെ വലിയ പ്രവൃത്തി ചെയ്യുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ 1986 ജനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിക്ക് ഒരു സഹോദരിയുണ്ട്, അതായത് ഒരു ചേച്ചി കൂടെ ഉണ്ട്. ആ ചേച്ചിക്ക് ഒരു ആൺ മകനുണ്ട്. ഏകദേശം 16 വയസ്സിൽ താഴെ, 16 വയസ്സില്ല, അതിൽ താഴെ പ്രായമുള്ള ഒരു മകനും ആ ഒരു സഹോദരിക്കുണ്ട്. എന്നാൽ ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, 2 കൈയിലും ഒരു
വളയിട്ടിട്ടുണ്ട്. പക്ഷേ 2 വളകളും വ്യത്യസ്തമായ വളകളാണ്, ഒരേപോലത്തെ അല്ല, വ്യത്യസ്തമായ വളകളാണ് ഈ വ്യക്തി ഇട്ടിരിക്കുന്നത് 2 കയ്യിലും. ഈ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു വയലറ്റ് കളറിലെ വസ്ത്രം ഇട്ടുകൊണ്ട് ഈ ചേച്ചിയെ, ആ ഒരു ഡിസൈൻ വരുന്ന വയലറ്റ് കളർ പോലത്തെ ഒരു ഡിസൈൻ വരുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ ചേച്ചിയുടെ അടുക്കെ പോകുന്നതും സംസാരിക്കുന്നതും തിരിച്ച് വളരെ ഭാരത്തോടെ വരുന്നതുമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു. യേശു ഇതൊരു അടയാളമാണ്. ആ വ്യക്തിയെ കർത്താവ് കാണിച്ചിട്ട് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ പരിഹാസം കേട്ടുകൊണ്ടിരിക്കുമായിരിക്കാം, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വലിയ ചോദ്യങ്ങളായിരിക്കാം, പക്ഷേ കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വലിയൊരു സാക്ഷ്യമാക്കി നിങ്ങളെ തീർക്കാൻ വേണ്ടി പോവാണ്. വലിയൊരു അത്ഭുതമാക്കി ദൈവം നിങ്ങളെ തീർക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ അത്ഭുതം മകളുടെ മേൽ വെളിപ്പെടട്ടെ. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അങ്ങ് തീർക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ മഹത്വം എന്ന ജീവിതത്തിൽ വെളിപ്പെട്ട് വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പ. വലിയൊരു കാര്യത്തെ കർത്താവിന് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, ഞാൻ പിന്നെയും ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ഇങ്ങനൊരു വാക്ക്, ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തെ ഒരു വാക്ക്, പ്രത്യേകിച്ച് 28-ാം അധ്യായത്തിൻ്റെ അകത്ത് ഒരു വാക്ക്, മൈക്ക് മ്യൂട്ട് ചെയ്തത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, പറയാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി യേശുവേ. നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു വാക്യം എഴുതി വച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ആ വചനപ്രകാരമുള്ള ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഇന്ന് എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് തുറക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ അവരായിരിക്കുന്ന സകല മേഖലകളുടെ മേലും പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തിയെ അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു ഭവനം കർത്താവിനെ കാണിക്കുന്ന ഈ ഗോകുലോ എന്ന് എഴുതി വച്ചിരിക്കുന്ന അതിൻ്റെ പേരുള്ള ഒരു കലണ്ടർ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന ആ കലണ്ടറാണ് ആ മുറി, ആ ഹോളിൽ കാണുന്നത്. ആ ഒരു കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ അകത്തൊരു കാഴ്ച കാണുന്നത് ഒരു സഹോദരി, അതായത് ആ വീടിൻ്റെ അകത്തുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി എപ്പോഴും അതിലിങ്ങനെ നടക്കുകയും ആ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും, പ്രത്യേകിച്ച് ആ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, വലിയൊരു ഭാരമായിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ആ പ്രതിസന്ധികൾ മാറട്ടെ, അവരുടെ പരാജയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, എല്ലാ നിന്ദകളും മാറട്ടെ. മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെയും രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് എൻ്റെ യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നതാണ്. എൻ്റെ സകല രോഗത്തിനും യേശു ക്രിസ്തു പരിഹാരം വരുത്തിയിരിക്കുന്നു. എൻ്റെ വേദനകൾക്ക് യേശു ക്രിസ്തു പരിഹാരം വരുത്തിയിരിക്കുന്നു. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ കൂടെയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ആ രോഗത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ശരീരം വിട്ട് മാറിപ്പോകട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നല്ലോ. അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യുന്നല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പേര് ബേബി ബ്രദറെ ബ്രദറെ ഈ മീറ്റിംഗ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പം തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് അസാധാരണമായ തലവേദന വൈകുന്നേരം തൊട്ടേ തുടങ്ങിയത്. ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ ഈ വചനം കേട്ടോണ്ടിരുന്നപ്പം എന്റെ തലവേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി ബ്രദറെ.
എല്ലാ ആമേൻ. മഹത്വം എൻ്റെ യേശുവിന് സ്തോത്രം. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഞാനൊരു സ്ഥലത്തും പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ ഈ ഇതിൽ കയറിയത് ജൂൺ മാസത്തിലായിരുന്നു. ജൂൺ 20 ബ്രദറിന്റെ ഒരു ആലോചന വന്നൊരു സോണിയെ ഞാൻ കാണുന്നു. സോണിയയ്ക്ക് ഒരു പ്രത്യേകം പ്രാർത്ഥന വന്നായി. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ മരുമകളാണ് സോണിയ. അത് മെയ് 28 ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചായിരുന്നു, പ്രമോഷനോടുകൂടി. അപ്പൊ അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അതിന് കുറെ നാളത്തിൽ 6 മാസം കഴിഞ്ഞ് അവർ പെർമനന്റ് ആക്കത്തുള്ളായിരുന്നു, പെർമനന്റ് ഓർഡർ കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ 6 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും പിന്നെ 2 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാതിരുന്നു. വേറെ വ്യക്തിക്ക് വേണ്ടി കൊടുക്കാനായിട്ട്, അവരുടെ ആളിന് വേണ്ടി കൊടുക്കാൻ. പക്ഷെ അത് ഇന്റർവ്യൂ ചെയ്തപ്പോൾ പാസ്സാവാത്ത ഒരു വ്യക്തിയായിരുന്നു. അതിനുവേണ്ടി ഈ കാര്യം അങ്ങ് സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ 2 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു ആലോചന പറഞ്ഞു. 16/1/2022 ഒരു കിട്ടത്തില്ലെന്ന് വിചാരിക്കുന്ന ഓർഡർ കിട്ടിയിരിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതനുസരിച്ച് എന്തായാലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷെ എങ്കിൽ ഇപ്പൊ അത് കിട്ടി. ആമേൻ. തീർച്ചയായിട്ടും ഇന്ന് പ്രിയസ് പറഞ്ഞ പോലെ തന്നെ കേട്ട പ്രവചന ആലോചന ഏറ്റെടുത്തു. ഇന്ന് അതുപോലെ തന്നെ കേട്ട ആലോചന അണുവീട് മാറാതെ കർത്താവ് നിവർത്തിച്ചു. അതിൻ്റെ സാക്ഷ്യമാണ് കേട്ടത്. ദൈവം വിശ്വസ്തനാണ്. ആ സഹോദരയുടെ പേര് ദൈവം വെളിപ്പെടുത്തി ആ മകളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ ഉറപ്പിച്ച് ദൈവം കൊടുത്തു. കർത്താവ് അങ്ങേക്ക് നന്ദി പറയുന്നു. ആലോചനയ്ക്ക് നിവർത്തിച്ചു തരുന്ന നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബേബി എന്ന് പറഞ്ഞില്ലേ മുന്നത്തെ ആദ്യം തന്നെ പറഞ്ഞ ബേബിന്റെ വീട് ഇട്ടുകൊണ്ട് വന്നത്. ഞാൻ എന്റെ വീട്ടിൽ എന്നെ ബേബിനെ വിളിക്കുക. ഇതില് ജയശ്രീ എന്ന പേര് ഇട്ടാണ്. ജയശ്രീ എന്ന ശരിക്കുള്ള പേരല്ലേ? സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന ഭവനത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പോവാണ്. സാക്ഷ്യമാക്കി മാറ്റും. വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. പറഞ്ഞു. ഹലോ പറഞ്ഞു. ബ്രദറെ, എന്റെ മോൻ ഞാൻ വന്നിട്ട് ഇതുവരെ എന്നോട് വഴക്കായിരുന്നു, മിണ്ടൂലായിരുന്നു ബ്രദറെ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും കൂടുന്നുണ്ട്, പക്ഷെ എനിക്ക് മൂട്ടാക്കാൻ പറ്റും. ഇന്നിപ്പോ എനിക്ക് എന്നോട് സംസാരിച്ചു, അതെനിക്ക് വലിയൊരു സന്തോഷമായി. പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വലിയൊരു അനുഗ്രഹം ബ്രദറെ. എവിടെ ഇരുന്നാലും വചനം കേൾക്കാനുള്ള വലിയൊരു ദാഹം. മോൾക്കാണെങ്കിൽ ഭയങ്കര വയറുവേദനയായിരുന്നു, അതും പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു യേശുവിന്റെ തിരുമുറിവിന് സൗഖ്യം വന്നേക്ക്. അത് തന്നെ പറഞ്ഞു, രോഗത്തിന് എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, രോഗത്തെ വിട്ടുപോകാൻ പറയാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് വയറുവേദന മാറി. വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം. എവിടെ ഇരുന്നാലും ഭക്തനില്ല. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി നന്ദി പറയുന്നു. പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ എൻ്റെ രോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കർത്താവ് ചെയ്തതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, ഇപ്പൊ തന്നെ ആവർത്തന പുസ്തകം 28:8 എന്റെ വീട്ടിലാണ്. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. തീർച്ചയായിട്ടും ശ്രദ്ധ ഏറ്റെടുത്തു. ആ വചനം പോലെ തന്നെ സംഭവിക്കാൻ വേണ്ടി പോകും കേട്ടോ. കർത്താവ് സാക്ഷ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആ വചനം തന്നെ ഞാൻ ഇന്ന് ആവർത്തന പുസ്തകം 1 മുതൽ 14 പലവട്ടം വായിക്കുകയും അതിന് ജീവിക്കുക. അതുപോലെ 15 അതിൽ വരുന്ന ഒക്കെ വളരെ വായിക്കുവാനിടയാണ്. വചനം ഏറ്റെടുത്തു സിസ്റ്റർ. തീർച്ചയായിട്ടും അതിൻ്റെ അത് വലിയൊരു അത്ഭുതമാക്കി മാറ്റുമെന്ന് ആ വചനം കൈവച്ച് പറഞ്ഞോണം. ഞാനിത് മുഴുവൻ അനുഭവിക്കും തന്നെ പറയണം. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഞാൻ ദൈവവേലയിൽ വിതച്ചായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ 10 ഇരട്ടി എനിക്ക് കൊയ്യാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും കർത്താവാണ് വർദ്ധിപ്പിക്കുന്നത്. ബൈബിൾ പറയുന്ന പോലെ വിതയ്ക്കുന്നവൻ കൊയ്യുമെന്നാണ് പറഞ്ഞത്. കർത്താവ് സാക്ഷിയാക്കുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ബ്രദർ, ഒരു സാക്ഷ്യം പറയാണ്ടായിരുന്നേ. പറഞ്ഞു സിസ്റ്ററെ. അത് എന്റെ ആങ്ങളുടെ ഭാര്യക്ക് കഴിഞ്ഞ ഏപ്രില് ഒരു അസുഖം വന്നിരുന്നു. ഭയങ്കര തലവേദന, ഛർദി ആയിരുന്നു. എന്നിട്ട് ഒരാഴ്ച ആസ്പത്രിയിൽ കിടന്നിരുന്നു.
കിടന്നിട്ട് കുറയാണ്ട് വേറെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്നും തൃശ്ശൂരുള്ള ഒരു ആസ്പത്രിക്ക് ഒരു ടെസ്റ്റിനായിട്ട് പോയിരുന്നു. അവിടെ വെച്ച് തണ്ടലമെന്ന് കുത്തിയെടുത്ത് അത് ടെസ്റ്റിന് അയച്ചു. ആ ടെസ്റ്റിന്റെ റിസൾട്ടിൽ വലിയ കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും കൂടിയും CT സ്കാൻ എടുത്തപ്പോൾ തലയിൽ ഒരു മുഴ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെ മരുന്ന് കഴിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും തല CT സ്കാൻ ചെയ്തപ്പോ ആ മുഴയ്ക്ക് ഒരു മാറ്റവും ഇല്ല, പകരം 2 മുഴകൾ വേറെ വന്നിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു. അതിനെ തുടർന്ന് ആ ഡോക്ടർ തൃശ്ശൂര് അമലയിലത്തെ ഡോക്ടർക്ക് ലെറ്റർ തന്നു, ഇനി അവിടെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഹീമറ്റോളജി വിഭാഗത്തിലെ ഡോക്ടർക്കാണ് ലെറ്റർ തന്നിരുന്നതേ. ആ ഡോക്ടറെ കണ്ടപ്പോ ഈ CT സ്കാനൊക്കെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു PET സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അതിന് 20,500 രൂപയാണ് ആ സ്കാന്. അങ്ങനെ ആ സ്കാൻ ചെയ്തു. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു സ്കാൻ ചെയ്തത്. എന്നിട്ട് റിസൾട്ട് ഈ ബുധനാഴ്ചയാണ് കിട്ടിയത്. എന്നിട്ട് റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണാനിരുന്നപ്പോ അത് ഈ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ തുടങ്ങി ഞാൻ ഈ Zoom മീറ്റിങ്ങിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആങ്ങളുടെ ഭാര്യക്ക് വേണ്ടിയിട്ട്. എന്റെ യേശുവെ, ഒരു എന്ത് വയ്യായി ഉണ്ടെങ്കിലും എന്റെ യേശുവിന്റെ ഇതില് അത് മാറ്റി തരണം, അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സമാധാനമുള്ള ഒരു വാക്ക് ഡോക്ടർ പറയണ സ്കാന്റെ റിസൾട്ട് കണ്ടിട്ട് സമാധാനമുള്ള ഒരു വാക്ക് കേൾക്കണം എന്ന് ഞാൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഭാഷ കേട്ട ഈ എറണാകുളത്ത് പറഞ്ഞ ഫെബ്രുവരി 18-നുള്ള ആ മീറ്റിങ്ങിൽ ഞാൻ ആങ്ങളുടെ ഭാര്യനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കാന്ന് വരെ ഞാൻ പറഞ്ഞു വെച്ചേക്കായിരുന്നു. ഈ Zoom മീറ്റിങ്ങിലും ഞാൻ സാക്ഷ്യം പറയാന്ന് പറഞ്ഞിരുന്നു മനസ്സിൽ. അങ്ങനെ ഇപ്പൊ ഈ ബുധനാഴ്ച റിസൾട്ട് കിട്ടി, ഡോക്ടറെ കണ്ടു. റിസൾട്ട് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ആൾക്ക് ഒരു കുഴപ്പമില്ല, ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. മുഴയുടെ കാര്യം ഡോക്ടർ ബുദ്ധിമുട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട്, ഇനി വേറെ പേടിക്കുന്ന രീതിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല, മരുന്ന് കഴിക്കേണ്ടെന്നാണ് പറഞ്ഞത്. മുഴയുടെ കാര്യം പ്രത്യേകം അങ്ങോട്ട് എടുത്ത് ചോദിക്കാനായിട്ട് ഞാൻ ഈ വാർത്ത കേട്ടപ്പോ എന്റെ സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയില് ഇരുന്ന് പോയി. ഞാൻ അത്രയും ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കായിരുന്നു. അപ്പൊ ഇനി 18-ാം തീയതി Zoom മീറ്റിംഗിലേക്ക് എനിക്ക് വരണം. പക്ഷെ ഞങ്ങൾക്ക് എറണാകുളത്ത് അധികം പരിചയമൊന്നുമില്ല ബ്രദറെ. എങ്ങനെയും ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് സഹായിക്കുന്നത് പറഞ്ഞത് വലിയ ചെറിയ കാര്യമല്ല, വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ ഇരുന്ന് നിങ്ങൾ തീരുമാനിച്ചു, കർത്താവെ ഞാൻ സാക്ഷ്യം പറയും, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യം, നമ്മളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ സാക്ഷ്യം വന്ന് പറയണം, ആ റിപ്പോർട്ടുകളുമായിട്ട് വരണം. കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞതാണ്, കോംപ്ലിക്കേഷനാണെന്ന് പറഞ്ഞ വിഷയം തന്നെ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി. സിസ്റ്ററെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെ നമ്പറുണ്ട് പ്രയറിൽ, ഇവരെ വിളിച്ച ആ നമ്പർ ഇപ്പോൾ സ്ക്രീനെ കാണാൻ പറ്റും, അത് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്തു ആ നമ്പറുകളിൽ കിട്ടിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എറണാകുളത്തേക്ക് വരിക, നേരത്തെ വരിക, സാക്ഷ്യമുള്ളവരൊക്കെ നേരത്തെ വന്ന് പറയുക. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ രോഗം കർത്താവ് സൗഖ്യമാക്കി. നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി. ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും പറഞ്ഞു ഇല്ല അത് മരുന്ന് കഴിക്കണമെന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നും ആ മുഴയ്ക്കൊരു വ്യത്യാസമില്ലെന്ന് തന്നെ പറഞ്ഞതാണ് ഡോക്ടർ. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 20,000 രൂപ മേളിൽ വിലയുള്ള സ്കാൻ എടുപ്പിച്ച് ഡോക്ടർ. അപ്പോൾ ചുമ്മാ എടുപ്പിക്കുന്നതല്ലല്ലോ ഡോക്ടർമാർ. പക്ഷേ ആ സ്കാൻ എടുത്ത റിപ്പോർട്ടുമായിട്ട് നിന്നപ്പോൾ പ്രാർത്ഥിച്ചില്ല. ഡോക്ടർ ഇങ്ങനെ തന്നെ പറയും, ഒരു കുഴപ്പമില്ല. ആലോചിച്ച് നോക്കി, അത്രയും ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്ന വ്യക്തിയാണ്, കോംപ്ലിക്കേഷനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഡോക്ടർ തന്നെ പറയും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സാക്ഷ്യം പറയും, എറണാകുളത്ത് വന്ന് പറയുമെന്ന് വിശ്വസിച്ചു. അതുപോലെ തമ്പുരാൻ ചെയ്തു. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോണം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അനേകർക്ക് ഇതേപോലെ രോഗികളായിട്ടിരിക്കുന്ന അനേകർക്ക് യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇതൊരു മുഖാന്തരമാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വരവിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പ്രയറിൽ നമ്മുടെ നമ്പർ നോക്കിയാൽ മതി. ഇതിൽ നിങ്ങൾക്കത് സംസാരിക്കാൻ പറ്റും. വഴികളൊക്കെ അവർ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നമ്മൾ അതിൻ്റെ എല്ലാ ലൊക്കേഷൻ ഇടുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ബ്രദറെ, ഈ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോ വെറുതെ ഉറങ്ങി ചെയറിൽ നിന്ന് ഇങ്ങനെ വീഴുക ബ്രദറെ. എന്നാ മുടങ്ങാതെ പ്രാർത്ഥന ഇരിക്കുന്നുണ്ട് ബ്രദറെ. അപ്പോൾ സിസ്റ്റർ, ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. രണ്ടാമത് ആ സമയത്ത് നടന്നുകൊണ്ട് അങ്ങ് വചനം കേട്ടണം. വീടിൻ്റെ അകത്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എണീറ്റ് നിങ്ങൾ നടക്കുക, ഫോൺ കൈ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് അങ്ങ് കേൾക്കുക. അപ്പോൾ നമുക്കത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമയമാണ്.
നമ്മൾ വിതയ്ക്കുവാണ്. ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെ ആ വചനം കേൾക്കുവാൻ നമ്മൾ വിത്ത് വിതയ്ക്കാൻ വേണ്ടി എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും കൃഷിക്കാരൻ ചെയ്യുമല്ലോ, അതേപോലെ നിങ്ങൾ ഉറക്കത്തെ നിങ്ങൾ കർത്താവിൻ്റെ ക്ഷീണങ്ങൾ മാറണം, നടന്നുകൊണ്ട് അങ്ങനെയുള്ളവർ വചനങ്ങളെ കേൾക്കണം. അപ്പോൾ നമ്മുടെ ക്ഷീണങ്ങളൊക്കെ വിട്ടുമാറും, ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു ഇന്നത്തെ ദൂത് ഞാൻ ഏറ്റെടുക്കുകയാണ്. സങ്കീർത്തനം 128 2 വാക്യം, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ആ വാക്യം എൻ്റെ വീട്ടിലാണ് എഴുതിയിരിക്കുന്നത് ബ്രദർ. തീർച്ചയായിട്ടും ഏറ്റവും ദിവസത്തെ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ഉം. ഒരു തൂത് പറഞ്ഞില്ലേ ബേബി എന്ന് പറയുന്ന ആളെ പറ്റി, അത് ഞാൻ ദൈവനാമത്തിൽ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് അത് സാക്ഷ്യമാക്കും സിസ്റ്റർ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ മോന് നാളെ പരീക്ഷയാണ്. എക്സാം ഞാൻ പറഞ്ഞു, ചെക്ക് ബേബിക്ക് പോകാനുള്ള എക്സാം ആണ് നാളെ. പിന്നെ ഓൺലൈനിലെ എക്സാം ആണ്, ഓൺലൈനിൽ ഇന്റർവ്യൂ ആണ്. പ്രാർത്ഥിക്കണേ. അതിൻ്റെ മേലെ അത്ഭുതം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക. ആ എക്സാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ബ്രദറെ, പറഞ്ഞോ. ഇപ്പൊ ഇന്ന് പറഞ്ഞൊരു ആലോചനയാണ്. വീട്ടിനകത്തേക്ക് കയറി വരുമ്പോ ലെഫ്റ്റ് സൈഡില് സ്വിച്ച് ബോർഡിന്റെ മുകളില് കലണ്ടറിനോളം വലിപ്പത്തിലൊരു പടം ഇരിപ്പുണ്ട്. പിന്നെ ആ ഇവിടെ തന്നെ പടങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്റെ വീട്ടിലാണ്. സിസ്റ്ററുടെ ഭവനമാണോ അത് ഏറ്റെടുത്തോണം? ക്ലിയർ അല്ലേ സിസ്റ്റർ? കല്യാണം കഴിച്ചു കൊണ്ടതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഇവിടെ കയറി വന്നത്, വലിയ മാറ്റങ്ങൾ. അതെ, ഒരു മിനിറ്റ് സൗകര്യം പറഞ്ഞോട്ടെ. മാറ്റം ഇവിടെ പിന്നീട് ഉണ്ടായിട്ടില്ല. അത് സിസ്റ്റർ പറഞ്ഞത് ഇത്രയും ആ പറഞ്ഞ വീട് സിസ്റ്ററുടെ വീടാണല്ലേ? അന്ന് ഞാൻ വന്ന് ശേഷം വേറൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ വന്ന് കയറി. അതെ അതെ, ആ സിസ്റ്ററുടെ ഏറ്റെടുത്തോണം. ഇന്ന് മുതൽ അത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കണാണ് കാര്യങ്ങൾ. അവൻ ഇന്ന് മുതൽ അതിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ഉണ്ടാവും. വലിയ മാറ്റം നിങ്ങൾ മുഖാന്തരം, സഹോദരി നിങ്ങൾ മുഖാന്തരം കർത്താവ് വലിയൊരു മാറ്റം കുടുംബത്തിൽ ചെയ്യാം. കർത്താവ് വീട് കാണിച്ചു തന്നതാണ്. സിസ്റ്ററെ മുഖാന്തരം ദൈവം ആ ഭവനത്തിൽ ഇത്രയും വർഷം മാറാത്തതൊക്കെ കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. എന്തോ ബ്രദർ, പിന്നെ ഗോകുലൊന്നല്ല, പിന്നെ ഗോക്കളുടെ പടം നിൽക്കുന്ന ഒരു കലണ്ടർ സ്വിച്ച് ബോർഡിന്റെ അടുത്ത് കിടക്കുന്നുണ്ട് ബ്രദർ. അത് ഞാനും ഏറ്റെടുക്കുന്നു ബ്രദർ. ഗോക്കൾ പശുക്കള് നിൽക്കുന്ന കലണ്ടറിലുള്ള പടം. ആമീൻ, സ്തോത്രം ബ്രദർ. എന്തോ പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ, അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവം പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. അത്ഭുത സാക്ഷ്യമാക്കി. ഞാനും അത് ഏറ്റെടുക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ബ്രദർ, ഞാനും അത് ഏറ്റെടുക്കുന്നു ബ്രദർ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് അത് അനുഗ്രഹമായിട്ട് ഏറ്റു പറയണമെന്നില്ല, നിങ്ങൾ ഏറ്റെടുത്താൽ മതി. പറഞ്ഞു. എന്തോ ബ്രദർ സ്വോത്രം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ 4-5 പേര് വരാൻ വേണ്ടിയിരിക്കുന്നവർക്ക് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെതുണ്ട്. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടാ. തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരിക. ഞാൻ പറഞ്ഞു, നമ്മുടെ ഫിനാൻസ് നമ്മളൊരിക്കലും കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വഴി ദൈവം ഒരുക്കുക. നമ്മൾ ആ പോകുന്നൊന്നും നഷ്ടമല്ല. നമ്മുടെ സുവിശേഷത്തിന് വേണ്ടി പോകുമ്പോൾ ദൈവം വഴി ഒരുക്കും. ഞാൻ വേണം ഒരു സാക്ഷ്യം പറയാം. പണ്ട് അടൂരിൽ ഒരു സഹോദരി പണ്ട് എറണാകുളത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരാൻ വേണ്ടി ആഗ്രഹിച്ചതാണ്. വണ്ടിക്കൂലി ഇല്ലായിരുന്നു. കാര്യം അത്രയും ദൂരം വണ്ടിക്കൂലി ഇല്ല. ആ സഹോദരി പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൂ, പക്ഷേ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അവർ കർത്താവ്, പക്ഷേ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പൈസ ഒന്നുമില്ല. പുള്ളിക്കാരി പറഞ്ഞൊരു സാക്ഷി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പുള്ളിക്കാരി പുറത്തുനിന്ന് തിരിച്ചു കയറി വന്നപ്പോഴേക്കും ആരുമില്ല, വീട്ടിൽ ഭവനത്തിൽ ആരുമില്ല. തിരിച്ചു വന്നപ്പോഴേക്കും അവരുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവർക്ക് വേണ്ട വണ്ടിക്കൂലിക്കുള്ള തുക
ആരോ കൊണ്ട് കറക്റ്റ് തുക വെച്ചതുപോലെ കണ്ടു. അപ്പോൾ പ്രാർത്ഥിക്കുക, ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെയൊക്കെ വിശ്വസിക്കണം. അങ്ങനെയൊക്കെ കർത്താവ് തുറക്കും കേട്ടോ. കാര്യം നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അപ്പം വലിയ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും സിസ്റ്റർ, ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് വഴി തുറക്കും കേട്ടോ. അവരോടും പറയണം, നമുക്ക് നമ്മൾ പോകുന്നത് വെറുതെ അല്ല, നമ്മൾ ബ്രദറിൻ്റെ അടുക്കലല്ല, യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം നമ്മളെ ദൈവം ഇന്ന് ഉറപ്പിച്ച് പറഞ്ഞു സിസ്റ്ററെ, അവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ മുമ്പ് തന്നെ കർത്താവ് വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ മേൽ തുറന്നിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ മോൻ ഫെബ്രുവരി 9-ാം തീയതി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് എൻ്റെ അത് അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കുക. വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു കേട്ടോ. ബ്രദറെ, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ വചനങ്ങൾ എഴുതി വെച്ചു. ഒത്തിരി വചനങ്ങൾ എനിക്ക് കാണാതെ അറിയായിരുന്നു. വചനങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ച് വീണ്ടും വീണ്ടും ഒത്തിരി തവണ എഴുതി ഒക്കെ വെക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ സത്യത്തിൽ എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും നടന്നില്ല. എന്റെ കുടുംബത്തിൽ, വീടിന്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് എന്റെ മകനിൽ ഒരു വ്യത്യാസം നടന്നില്ല. ഞാൻ ബ്രദറിന്റെ ഈ സൂം മീറ്റിംഗിൽ കഴിഞ്ഞ മെയിലും അതിൽ കയറാൻ തുടങ്ങി. സത്യത്തിൽ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കരമായ ഒരു പവർ കിട്ടിയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ എന്റെ വീട്ടിൽ മൊത്തത്തിലൊരു മാറ്റം വരാൻ തുടങ്ങി. ഇപ്പൊ 2 ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞ പോലെ ഞാനിങ്ങനെ വചനങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ മകനെ നോക്കി പ്രവചിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവന് ഇന്ന ദിവസം മുതൽ ഇവൻ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ അവൻ ബൈബിൾ, ബുധനാഴ്ച വൈകുന്നേരം മുതൽ അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ അവനെ നോക്കി പ്രവചിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, വചനം പറഞ്ഞ് ബ്രദർ പറഞ്ഞ കുറെ വചനങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. അവൻ ഇന്നും ഇന്നലെ കറക്റ്റ് വൈകുന്നേരം ആകുമ്പോൾ അവൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, വായിക്കാൻ തുടങ്ങി. ബ്രദർ ഒത്തിരി വർഷങ്ങളായിട്ട് ബൈബിൾ വായിക്കാത്തവനാണ്. ഭയങ്കര അഡിക്ഷനിലൊക്കെ കടന്നു വരുന്ന മകനാണ്. അവനിപ്പോ ഭയങ്കരമായ ഒരു വ്യത്യാസം. കുറച്ച് സമയം വായിക്കുന്നുള്ളൂ എങ്കിലും അവനെ വായിക്കാൻ തുടങ്ങി ബൈബിൾ. അവൻ തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതിരുന്ന മകനാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് എന്ത് ചെയ്തു? വിശ്വാസാൽ അത് പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് എന്ന മകൻ്റെ മേൽ പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. വലിയൊരു സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് ഇന്നത് മാറ്റി. ഗോഡ് ബ്ലസ് യു. ഇത് അനേകർക്കൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിട്ടുകൊടുക്കരുത്. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു ബ്രദറെ, ഹലോ. പറഞ്ഞു. മോനെ ഇപ്പൊ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക. അത് കഴിയുമ്പോ ഭയങ്കര ക്ഷീണവും അങ്ങ് പനിയും ചൂടും ഒക്കെയാണ്. 3-4 പ്രാവശ്യമായി. പ്രത്യേകം പ്രാർത്ഥിക്കണം, എല്ലാം മാറ്റി തന്ന് കിഡ്നി പരിപൂർണ സൗഖ്യത്തിലെത്തുന്നതിന് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. നന്ദി കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മകൻ്റെ വിഷയം വിശ്വാസത്തോടെ പൊക്കോണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ ദൈവം അവനെ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും. അപ്പം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നതൊന്നും ഞങ്ങൾ കർത്താവെ തകർന്നു പോകുവാൻ കർത്താവെ അങ്ങ് സമ്മതിക്കത്തില്ല. അപ്പോൾ എന്നാൽ മകന് വേണ്ടി ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞതിന് നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ. അത് ദൈവം അത്ഭുതമായി തന്നെ പ്രിയ മകൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതിന് അവൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുക. അപ്പം യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അന്വേഷിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഹലോ സാക്ഷ്യം പറയാൻ, മകൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ്. കഴിഞ്ഞ 2 മുമ്പ് ബ്രദർ എന്റെ മോൾക്ക് വേണ്ടി ദേവി ആലോചന പറഞ്ഞു. സോഫി എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അവൾ നേഴ്സിംഗ് 3-ാം വർഷം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അവള് കാരണം ഞങ്ങളുടെ പമന ഉയരും എന്നൊക്കെ ആലോചന പറഞ്ഞ സോഫി എന്ന് പേര് പറഞ്ഞ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 വർഷത്തെ പരീക്ഷ എക്സാം കഴിഞ്ഞ് അവർക്ക് ഫസ്റ്റ് ക്ലാസിന്റെ റിസൾട്ട് ഉണ്ട്, വീട്ടിലുണ്ട്. ഇനി 4-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ അതിലുപരിയായി ഞങ്ങളുടെ സാമ്പത്തികമായ ഒരു പ്രശ്നം പറഞ്ഞായിരുന്നു. അത് ബാങ്കിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെ ലോണ് 2 ലോണ് വെച്ചിട്ടുണ്ടായിരുന്നു. 2ആയിട്ട് ഞങ്ങൾ വെച്ചതായിരുന്നു. ഇന്ന് ഒരു ലോൺ ഞങ്ങൾക്ക് ക്ലോസ് ആകാൻ ദൈവം തമ്പുരാൻ ഞങ്ങൾക്കിടയായി. അന്ന് ദേവദാസൻ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തന്ന് പ്രാർത്ഥിച്ചത് അന്ന് പറഞ്ഞ കാര്യമാണ്. ദൈവം അത്രയും ഞങ്ങളെ അനുഗ്രഹിച്ചു. നന്ദി കർത്താവേ, അങ്ങ് കൊടുത്ത അത്ഭുതകരമായ മാറ്റത്തിനും അത്ഭുതകരമായ സാക്ഷ്യത്തിനും നന്ദി. ഇനിയും വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഹലോ പറഞ്ഞു. പറഞ്ഞു. പാസ്റ്റർ, എന്റെ പേര് എൽഷാൻ ആണ്. അപ്പോ എനിക്ക് അടുത്ത മാസം 6-ാം തീയതി DHAന്റെ എക്സാം ആണ്. പുറത്തേക്ക് ദുബായിക്ക് പോവാനുള്ള. തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് എന്ന വിഷയത്തിൻ്റെ മേലെ അത്ഭുതം ചെയ്തു കഴിഞ്ഞു.
ആ എക്സാം ഏറ്റവും അനുഗ്രഹമാവും. ആ രാജ്യങ്ങളുടെ നന്മ കർത്താവ് നമ്മളെ കാണിക്കും കേട്ടോ. ക്ലിയർ ആയില്ലേ സിസ്റ്ററെ? ബ്രദർ ക്ലിയർ ആയില്ല നിങ്ങൾ പറയുന്നത്. എന്റെ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും സിസ്റ്റർ. തീർച്ചയായിട്ടും അത് സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. അത്ഭുതകരമായ പ്രവൃത്തിയിലേക്ക് അത് പോകാൻ ഇടയായിത്തീരും കേട്ടോ. ബ്രദർ ഞാൻ ഇന്നലെ ഒരു ഡോക്യുമെന്റിന്റെ കോപ്പി ഞാൻ അയച്ചായിരുന്നു ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ അത് അയച്ചതിന് ശേഷം എനിക്ക് പിന്നീട് വന്ന റിസൾട്ടൊക്കെ നല്ല സന്തോഷകരമായതായിരുന്നു ബ്രദർ. പിന്നെ അതിന്റെ കുരുക്കുകളെല്ലാം നേരെയായി ബ്രദർ. അവൻ തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കൊണ്ട് സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, വിവാഹം നടക്കാൻ വേണ്ടിയുള്ള ഒരു വചനം ബ്രദറെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അതൊരു വാക്യമുണ്ട്, തക്ക തുണയെ ദൈവം കൊടുത്തു എന്ന് പറഞ്ഞേക്കുന്ന ആ വാക്യം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് സാക്ഷ്യമാക്കും. ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നുള്ള വാക്യമുണ്ട്. ഈ 2 വാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. പിന്നീടുള്ള ആലോചനകളും സാക്ഷ്യങ്ങളൊക്കെ പിന്നെയും നമുക്ക് കേൾക്കാം. തുടർച്ചയായിട്ട് പിന്നെയും പ്രാർത്ഥിക്കാം. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ പ്രാർത്ഥനകളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. അതൊക്കെയും ദൈവം അത്ഭുതകരമായി തന്നെ നടത്തും. നമുക്ക് നേരിൽ കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നേരിൽ കർത്താവിൻ്റെ ആലോചനകളെയും ദൈവപ്രവൃത്തികളെ അനുഭവിക്കുവാൻ കർത്താവ് ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞാട്ടെ. മുന്നോട്ട് നിങ്ങളുടെ പ്രയറുകൾക്ക് വരവിനെക്കുറിച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന താഴെ 2 പ്രയർ ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അവർ നിങ്ങളെ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങോട്ടാണ് വരേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി എല്ലാം ഗ്രൂപ്പിൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് വരാൻ വഴിയില്ല. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് അത് തുറക്കും. ദൈവത്താൽ അത്